Hi everyone. In this method, I would like to discuss about the simultaneous equation method of secondary distribution of overheads, which is the second important method under reciprocal service method of secondary distribution of overheads. Then what is simultaneous equation method? Then one of the important problem of reciprocal service method is that the total overheads of one service department includes a share from the total overheads of other service departments. That is, റെസിപ്രോക്കൽ സർവീസ് മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റിൽ മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ഷെയറും കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ഇഫ് ദർ ആർ ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സേ എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡിൻ്റെ ഷെയറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് ദി ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഇൻക്ലൂഡ്സ് എ ഷെയർ ഫ്രം ദി ടോട്ടൽ overhead of service department Y or other service departments. Therefore, we have to ascertain total overheads of service department X, and we should know the total overhead cost of service department Y. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യണം? ടോട്ടൽ ഓവർഹെഡ്സ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയും അതോടൊപ്പം തന്നെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നത്? സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. നൗ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ വൺ പ്രോബ്ലം which helps you to understand about the simultaneous equation method of secondary distribution. Here is the problem. A company has 3 production departments and 2 service departments. The distribution summary of factory overhead is as follows. That is, production department എക്സ് വൈ സെഡ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓവർഹെഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ₹80,000, വൈ ₹70,000 ആൻഡ് സെഡ് ₹50,000. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ₹23,400 ആൻഡ് ഡബ്ല്യു ₹30,000. Then the expenses of service departments are charged to production department on the basis of services rendered as follows. അപ്പോൾ നമുക്ക് താഴെ തന്നിട്ടുള്ള ഈ എഗ്രീഡ് പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? XYZ എന്നുള്ള 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സിന് 20%, വൈന് 40%, സെഡ് 30%, ദെൻ പി ഇല്ല കാരണം പിൻ്റെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു 10%. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെതും എഗ്രീഡ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 40%, 20% ആൻഡ് 20%. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ 20% ഓവർഹെഡ് കോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ 10% ഓവർഹെഡ് കോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ ഓവർഹെഡ് കോസ്റ്റിൻ്റെ 20% പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സും 40% പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈയും 30% പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെഡും 10% സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവും ആണ് ഷെയർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഡബ്ല്യു ഷെയർ ചെയ്യണ ഈ 10% സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ ഈ 10% എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു ഷെയർ ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ ഈ 20% എത്രയാണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യും? സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നോക്കാം. സോ ഓക്കെ,
അപ്പോൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ എഗ്രീഡ് പെർസെൻറ്റേജിൽ 10% ഷെയർ ചെയ്യുന്ന ഈ പെർസെൻറ്റേജും ഈ 20%ൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇവിടെ പിനെ നമ്മൾ എക്സ് ആയിട്ടും ഡബ്ല്യുവിനെ വൈ ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് 10% എന്നും വൈൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ let x be the total overheads of service department P and let y be the total overheads of service department W. അപ്പോൾ നമ്മൾ എക്സ് ടോട്ടൽ ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിനെ എക്സ് ആയിട്ടും ടോട്ടൽ ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിനെ വൈ ആയിട്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ പിയിൽ അതായത് പി ഷെയർ ചെയ്യുന്നത് വൈൻ്റെ 20% ആണ്. അപ്പോൾ ഇവിടെ 20% ഓഫ് വൈ എന്ത് ചെയ്യുന്നുണ്ട്? 20% ഓഫ് വൈ പി 20% ഓഫ് വൈ ദാറ്റ് മീൻസ് ഡബ്ല്യു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെത് പി ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൈ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ഷെയർ ചെയ്യുന്നുണ്ട്? 10% ഓഫ് എക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈ എത്രയാണ് ഷെയർ ചെയ്യുന്നത്? 10% ഓഫ് എക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പി. പി എന്നുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 10% ഇവിടെ ഈ ഡബ്ല്യുവും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമുക്കൊരു ഇക്വേഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ എക്സ് എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ പിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പി ഈസ് ഈക്വൽ ടു 23,400. സോ എക്സ് ഈസ് ഈക്വൽ ടു 23,400 പ്ലസ് എത്ര വൈ? അതായത് 20% ഓഫ് വൈ ദാറ്റ് ഈസ് 20% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 20/100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.20 ഓർ 0.2. സോ ഹിയർ 0.2 വൈ. ദെൻ അതേപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ അവിടെ ഡബ്ല്യു ആണ് വൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഈസ് 30,000. സോ ഹിയർ വൈ ഈസ് ഈക്വൽ ടു 30,000 പ്ലസ് എത്രയും കൂടി ചേർന്നതാണ്? ഇവിടെ 10% ഓഫ് പിയും കൂടെ ചേർന്നതാണ്. അപ്പോൾ 10% ഓഫ് പി എന്ന് പറയുമ്പോൾ 0.1 എക്സ് അല്ലേ? 0.1 എക്സ് ദാറ്റ് ഈസ് 10% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10/100 ഈസ് ഈക്വൽ ടു 0.1. ഓക്കെ, അപ്പോൾ 0.1 എക്സും കൂടെ ചേർന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ ഫസ്റ്റ് ഇക്വേഷനായിട്ടും ഇതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യാം. ദെൻ നമുക്കിനി എക്സിൻ്റെ വാല്യൂം വൈൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂം വൈൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ 1 എടുക്കുക. സോ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1/5 ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 1 വൈ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വൈനി എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. സോ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1/5 ദെൻ വി ഗെറ്റ് ദാറ്റ് ഈസ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 23,400 പ്ലസ് 0.2 വൈ ആണ്. ദെൻ അതിനെ നമ്മൾ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വി ഗെറ്റ് ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 5x ഈസ് ഈക്വൽ ടു 5x ഈസ് ഈക്വൽ ടു 23,400 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 1,17,000 പ്ലസ് 0.2 വൈ ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 1 വൈ ദാറ്റ് ഈസ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിൻറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സിംഗിൾ ഫിഗറാക്കി മാറ്റാം. സോ ഇതാണ് നമ്മൾ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ കൺവേർട്ട് ചെയ്തു എങ്ങനെ? 5x ഈസ് ഈക്വൽ ടു 1,17,000 പ്ലസ് വൈ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തു. കാരണം ഇവിടെ നമുക്ക് വൈനെ 0 ആക്കിയാലേ നമുക്ക് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡ് ഇക്വേഷനെ, അതായത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1x. ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ദി ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ആഡ് ഇക്വേഷൻ നമ്പർ 3 വിത്ത് ഇക്വേഷൻ നമ്പർ 2. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ മൂന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5x ഈസ് ഈക്വൽ ടു 1,17,000 പ്ലസ് വൈ.
Then രണ്ടാമത്തെ ഇക്വേഷന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ പ്ലസ് 0.1x നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ വൈനെ അങ്ങോട്ടും കൊണ്ടുപോവുക. അപ്പോൾ വൈനെ പ്ലസ് 0.1x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 0.1x ആവും. മൈനസ് 0.1x ഈസ് ഈക്വൽ ടു 30,000 അവിടെ തന്നെ ഇടുന്നു. ദെൻ 30,000 ദെൻ ഇവിടെ പ്ലസ് വൈ ആണ്, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറി? മൈനസ് വൈ ആയി മാറി. ദെൻ ഇതാണ് തേർഡ് ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി മാറും? പ്ലസ് വൈയും മൈനസ് വൈയും ഇവിടെ 0 ആയിട്ട് മാറും. ദെൻ 5x പ്ലസ് മൈനസ് 1x എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.9x. ദെൻ 1,17,000 പ്ലസ് 30,000 എന്ന് പറയുമ്പോൾ എത്രയായി? 1,47,000. Okay, that is 4.9x is equal to 1,47,000. 4.9x എന്ന് പറയുന്നത് 1,47,000 ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ 5x is equal to 1,17,000 plus y. That is the third equation. Then second equation നമ്മൾ rearrange ചെയ്തു. That is minus 0.1x is equal to 30,000 minus y. That is the second equation. So അത് add ചെയ്യുമ്പോൾ get that is 4.9x is equal to 1,47,000. Therefore x is equal to 1,47,000 divided by 4.9. That is equal to 1,47,000 divided by 4.9. That is equal to 30,000. That is equal to 30,000. So here x is equal to what? X is equal to 30,000. Then next നമുക്ക് y ൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് y is equal to 30,000 പ്ലസ് 0.1x. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയാം. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 30,000. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? 30,000. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1x എന്ന് പറയുന്നത് എത്രയാണ്? 30,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1 ഇൻറ്റു 30,000 എന്ന് പറയുന്നത് എത്രയാണ്? 3,000. So therefore y is equal to 30,000 plus 3,000, that is equal to 33,000. അപ്പോൾ ഇതാണ് y ൻ്റെ വാല്യൂ. ഇനി സപ്പോസ് നമ്മൾ ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to 23,400 പ്ലസ് 0.2y ആണ്. സോ x എന്ന് പറയുന്നത് 30,000 ഈക്വൽ ടു 23,400 പ്ലസ് 0.2y. ഇനി നമ്മൾ ഈ 23,400നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് 30,000 മൈനസ് 23,400 ഈസ് ഈക്വൽ ടു 0.2y. ദാറ്റ് ഈസ് 30,000 minus 23,400 is equal to 6,600. 6,600 is equal to 0.2y. Therefore, y is equal to 6,600 divided by 0.2, that is equal to 33,000. So, here also 33,000 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 30,000 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 33,000. എക്സ് ഈസ് ഈക്വൽ ടു 30,000 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 33,000. അപ്പോൾ ഇങ്ങനെയാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഷെയർ ചെയ്യുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എങ്ങനെയാണ് ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം സർവീസ് കോസ്റ്റ് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവീസ് കോസ്റ്റ് കണ്ടതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് കോളം ഐറ്റം, സെക്കൻഡ് കോളം 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ എമൗണ്ട് കോളം, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈ ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെഡ്. അപ്പോൾ ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമുക്കിപ്പോൾ
സൈമിൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ കോസ്റ്റും അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ കോസ്റ്റും നമ്മൾ ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓവർ ഹെഡ്സ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണ്. ഫസ്റ്റ് ഐറ്റം ഓവർ ഹെഡ്സ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഫോർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, that is rupees 80,000. For production department Y, that is rupees 70,000, and for production department Z, that is rupees 50,000. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് rupees 80,000, production department Y rupees 70,000, and production department Z rupees 50,000. So as per primary distribution അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം ലഭിച്ചിട്ടുള്ള കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി, നമുക്ക് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് 90% ഓഫ് റുപ്പീസ് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിക്ക് കിട്ടിയത് എക്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 30,000. 90% ഓഫ് 30,000 ആണ് വരുന്നത്. ഈ 90% എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് 20%, വൈ ഡിപ്പാർട്ട്മെൻറ്റിന് 40%, സെഡ് ഡിപ്പാർട്ട്മെൻറ്റിന് 30% ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 90%. സോ അത് ഈ എഗ്രീഡ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ 30,000 റുപ്പീസ് നമ്മൾ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് 30,000ൻ്റെ 20% ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് rupees 6,000. ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈ 30,000ൻ്റെ 40%, ദാറ്റ് ഈസ് 30,000 ഇൻറ്റു 40/100, ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 12,000. ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെഡിന് 30,000ൻ്റെ 30% ആണ്, ദാറ്റ് ഈസ് 30,000 ഇൻറ്റു 30/100, ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 9,000. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ ദാറ്റ് ഈസ് ഡബ്ല്യു, അവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് 80% ആണ്. 80% ഓഫ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 33,000, അതായത് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. ഇവിടെ 80% ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 80% കിട്ടിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു, ദാറ്റ് ഈസ് വൈ 40%, 20%, 20% ആയിട്ടാണ് എക്സ് വൈ സെഡിന് ഷെയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. 40%, 40 + 20 + 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. അത് നമ്മൾ റേഷ്യോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4:2:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് 33,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്, 40%, ദാറ്റ് ഈസ് 40/100. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് 33,000 ഇൻറ്റു 20%, ദാറ്റ് ഈസ് 20/100. ദെൻ സെഡിന് 33,000 ഇൻറ്റു 20%, ദാറ്റ് ഈസ് 20/100. അപ്പോൾ എമൗണ്ട് വരുന്നത് 33,000ൻ്റെ 40% എന്ന് പറയുന്നത് 13,200ഉം 33,000ൻ്റെ 20% എന്ന് പറയുന്നത് 6,600ഉം 33,000ൻ്റെ 20% എന്ന് പറയുന്നത് 6,600 ആണ്. സോ ഇതാണ് secondary distribution of overheads under simultaneous equation method, and which is also known as matrix method or algebraic method. Then last നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ദാറ്റ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഫോർ എക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ടോട്ടൽ ഓവർഹെഡ് എന്ന് പറയുന്നത് 92,200, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈ 88,600, ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് Z 65,600. So these are the simultaneous equation method of secondary distribution. So ഇവിടെ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ 30,000 എഗ്രീഡ് പെർസെൻറ്റേജിൽ നമ്മൾ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് 33,000 കിട്ടി. അതും നമ്മൾ എന്ത് ചെയ്തു, 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും എഗ്രീഡ് പെർസെൻറ്റേജിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ ഇതാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്. So hope you all are understood. Thank you.